വെൽക്കം ടു DFC ഫുഡ് വ്ലോഗ്സ്. ഇന്ന് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇറാനിപ്പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് പെപ്പർ 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, 3 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കാം. ചൂടായ പാലിലൊക്കെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ കോരി വെച്ച എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാക്കി അരിഞ്ഞ വലിയ ഉള്ളി നമുക്കതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. അരിഞ്ഞ പച്ചമുളക് 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ പൊരിച്ചെടുത്ത ചിക്കൻ നമുക്കൊന്ന് ചെറുതായി പീസാക്കിയത് ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഉളക്കുള്ള ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനിപ്പോള ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടിയിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
അടച്ച് വെച്ച് ഫസ്റ്റ് ലെയർ നമുക്ക് ചെറുതായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളെ ഫസ്റ്റ് ലെയർ ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 കളർ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്നിങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ബാലൻസ് ആയിട്ടുള്ള ആ ചിക്കൻ്റെ മസാലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഏകദേശം കുക്കായിട്ടുണ്ട്, ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇറാനിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.